ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്ര ശ്രുതിയോടും ചെന്ന് പൈസ ചോദിക്കുകയാണ് കേട്ടോ. എങ്ങനെയെങ്കിലും രേവതിയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കണം, ആ പൂക്കാരിയുടെ മുമ്പിൽ എനിക്ക് ഒരു കടക്കാരിയാകാൻ പറ്റത്തില്ല, ശ്രുതി പൈസ തരാൻ പറഞ്ഞപ്പോ ശ്രുതി പറഞ്ഞു പൈസ ഇല്ലെന്ന്. അങ്ങനെ ശ്രുതിയുടെ കൈയും കാലും പിടിച്ചിട്ട് നിന്റെ അച്ഛനോട് ഒരു കാര്യം ചെയ്യേ, കുറച്ച് പൈസ അയച്ചു തരാൻ പറഞ്ഞപ്പോൾ ഇളയച്ഛനോട് പൈസ അയച്ചു തരാൻ പറയണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതൊന്നും പറ്റത്തൊന്നുമില്ല ആന്റി എന്ന് പറഞ്ഞപ്പോ എന്നാ പിന്നെ നിന്റെ അച്ഛനെ നമുക്കൊന്ന് കാണാൻ അങ്ങ് പോയേക്കാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയുടെ വിധം അങ്ങോട്ട് മാറി. ശ്രുതി പറഞ്ഞു, അയ്യോ അങ്ങനെയൊന്നും പോയി കാണാൻ പറ്റത്തില്ല, അതിന് കുറെ പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്, എന്നാലേ നമുക്ക് പോയി കാണാൻ പറ്റത്തുള്ളൂ. അത് സാരമില്ലെന്നേ, അതൊക്കെ നമുക്ക് ശരിയാക്കാം. ഏതായാലും ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ ചെലവെല്ലാം ഞാൻ ഏറ്റെടുത്തോളാം. ഫ്ലൈറ്റ് ടിക്കറ്റ് ഏതായാലും ഒരു 3 എണ്ണം പോരെ, നമുക്ക് 3 പേർക്കും കൂടി അങ്ങ് പോകാം. അതിൽ 3 എണ്ണവും ഞാൻ ആ ഒരു ചെലവ് ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ആകെ പെട്ടു നിൽക്കുകയാണ്. പിന്നെ ആന്റി, ചിലപ്പോൾ നമ്മളെയും അവർ അറസ്റ്റ് ചെയ്യും, ആ കേസിൽ നമുക്ക് എന്തെങ്കിലും പങ്കുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി നമ്മളെ അറസ്റ്റ് ചെയ്യോ? വേണ്ട വേണ്ട, നമുക്ക് മലേഷ്യ വേണ്ട, നമുക്ക് മലേഷ്യ പോകുകയോ വേണ്ട. എടാ പോകാതെ ക്യാഷ് എവിടെ നിന്ന് ഒപ്പിക്കും? നമ്മൾ നിരപരാധികളല്ലേ, ആ കേസിൽ നമുക്ക് പങ്കുണ്ടെന്നൊന്നും അവർക്ക് തെളിയിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ തെളിയിക്കട്ടെ, നമുക്ക് എന്തായാലും മലേഷ്യക്ക് പോയേ പറ്റൂ. അപ്പൊ നമ്മുടെ ശ്രുതി, എന്റെ പൊന്നോ പെട്ടല്ലോ ഭഗവാനെ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ശ്രുതി പറഞ്ഞു, നീ ടിക്കറ്റ് ബുക്ക് ചെയ്തേ പെട്ടെന്ന്. ശ്രുതി അല്ല, സോറി, ചന്ദ്ര പറഞ്ഞു. അപ്പോഴത്തേക്കും ആന്റിക്ക് 5 ലക്ഷം രൂപ ഞാൻ അറേഞ്ച് ചെയ്ത് തരാം. ആണോ? 5 ലക്ഷം രൂപ അറേഞ്ച് ചെയ്ത് തരുമോ? ആന്റിക്ക് ഞാൻ 5 ലക്ഷം രൂപ അറേഞ്ച് ചെയ്ത് തരാം. എനിക്ക് അവിടുത്തെ ജയിലിൽ കിടക്കാൻ വയ്യ ആന്റി. അല്ല മോളെ എങ്ങനെ അറേഞ്ച് ചെയ്യും? അത് പിന്നെ ആന്റിക്ക് അത്യാവശ്യമാണല്ലോ, അപ്പം എങ്ങനെയെങ്കിലും ഒക്കെ ഞാൻ റെഡിയാക്കിക്കോളാം, അറേഞ്ച് ചെയ്ത് തന്നോളാം. ഏതായാലും മോള് തരാന്ന് പറഞ്ഞ സ്ഥിതിക്ക് പ്രശ്നമില്ല. അല്ല ആന്റി, ഞാനൊരു 3 ലക്ഷം രൂപയെ തരത്തുള്ളൂ, 2 ലക്ഷം രൂപ കാണാതായതല്ലേ. നീ 3 ലക്ഷം തന്നാ മതി. 2 ലക്ഷം രൂപ ആരാ എടുത്തതെന്ന് കണ്ടുപിടിക്കണം, എന്നിട്ട് അത് അവരുടെ കയ്യിൽ നിന്ന് തന്നെ നമുക്ക് മേടിക്കഴിഞ്ഞാൽ പോലീസിലെ പരാതി കൊടുക്കാൻ പോവുക. ആളെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ക്യാഷ് തിരിച്ചു കിട്ടൂലോ. അപ്പൊ ആ 2 ലക്ഷം രൂപ അവർക്ക് കൊടുക്കാം. അത് മതിയല്ലോ. ഈ 3 ലക്ഷം രൂപ റെഡിയാക്കിയതിന് ശേഷം പറ നീ, അത് കഴിഞ്ഞിട്ട് ബാക്കി എന്താന്ന് വെച്ചാൽ ചെയ്യാം. 2 ലക്ഷം സച്ചിക്ക് രേവതിക്കും കൊടുത്താൽ മതിയല്ലോ, ബാക്കി പൈസ നമ്മുടെ കയ്യിലും ഇരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഏതായാലും ഇത്രയും പറഞ്ഞിട്ട് അങ്ങ് പോയി കേട്ടോ നമ്മുടെ ചന്ദ്ര. അപ്പൊ ശ്രുതി ചോദിച്ചു, നീ എന്തിനാ അമ്മയോട് ക്യാഷ് തരാന്ന് പറഞ്ഞത്? അഭിലാഷ് സാറിന് കൊടുത്തു എന്ന് പറഞ്ഞ് ഞാൻ ഒഴിവായതുപോലെ നിനക്കും എങ്ങനെയെങ്കിലും ഒഴിവാകത്തില്ലായിരുന്നോ? ഒരു പൊട്ടി, നീ വെറും പൊട്ടിയായി പോയല്ലോ. പിന്നെ നമ്മൾ എന്തിനാ കാശ് കൊടുക്കുന്ന? അമ്മയ്ക്ക് അതിന്റെ ആവശ്യമുണ്ടോ? അല്ല, നിന്റെ കയ്യിൽ എവിടെ നിന്ന് ക്യാഷ് കൊടുക്കാനായിട്ട്? എന്താ ശ്രുതി? അത് പിന്നെ ശ്രുതി അമ്മയോട് കള്ളം പറഞ്ഞാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ശ്രുതിയുടെ കയ്യിൽ ക്യാഷൊക്കെ ഉണ്ട് നിറച്ച്. അത് പിന്നെ എന്റെ കയ്യില് ക്യാഷ് ഒന്നും ഇല്ല. ആര് പറഞ്ഞു? അത് പിന്നെ അവിടെ പാർട്ടി നടത്താൻ കുറെ ചെലവായില്ലേ, അത് തന്നെ കടം മേടിച്ചതാ. ഞാൻ ആ കടമൊക്കെ കൊടുത്ത് പതുക്കെ തീർത്തു വരുമ്പോഴത്തേക്കും ക്യാഷൊക്കെ തീർന്നു പോകുന്നേ. ഞാന് ശ്രുതിയുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെന്ന് കരുതിയിട്ടാ ക്യാഷ് കൊടുക്കാന്ന് ആന്റിയോട് പറഞ്ഞത്. അതപ്പൊ എന്നോടെങ്കിലും നീ ഒന്ന് ചോദിക്കണ്ടായിരുന്നു, എടുത്തു ചാടി പറയേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഞാൻ എങ്ങനെയാ ആന്റിക്ക് 5 ലക്ഷം രൂപ കൊടുക്കാനാ? നീ വാക്ക് പറഞ്ഞതല്ലേ, വലിയവായി പറഞ്ഞതല്ലേ, അങ്ങ് കൊടുക്ക്. എങ്ങനെ കൊടുക്കാന്ന് നീ തന്നെ ഇരുന്ന് ആലോചിക്ക്. അല്ലാതെ അത് പിന്നെ ക്യാഷ് എന്തായാലും കൊടുത്തേ പറ്റൂ, ഞാൻ പറഞ്ഞ സ്ഥിതിക്ക്, ഇല്ലെങ്കിൽ നാണക്കേടല്ലേ. ഞാൻ ഉണ്ടാക്കിക്കോളാം, ഞാൻ ഉണ്ടാക്കും. ഞാൻ എന്റെ താലിമാല വിറ്റ് ക്യാഷ് കൊടുത്തോളാം. താലിമാല വിൽക്കാനോ? എന്താ ശ്രുതി നീ പറയുന്നത്? താലിമാല വിറ്റ് ക്യാഷ് കൊടുക്കാന്നൊക്കെ പറഞ്ഞ പോസിബിൾ ആയ കാര്യമാണോ? അത് ഞാൻ സമ്മതിക്കത്തില്ല. വേറെ വഴിയൊന്നുമില്ല എന്റെ പൊന്നു ശ്രുതി. ആന്റിയോട് ക്യാഷ് തരാതെ പറഞ്ഞും പോയില്ല ഞാന്. ഇനിയിപ്പൊ കൊടുത്തേ പറ്റത്തുള്ളൂ, അതുകൊണ്ട് ഞാൻ കൊടുക്കാൻ പോവുകയാണ്. ഇനിയിപ്പൊ ശ്രുതി തടസ്സം നിന്നാലും ഞാൻ കൊടുക്കും. ക്യാഷ് കയ്യിൽ വരുമ്പം ശ്രുതി എനിക്ക് പുതിയ താലിമാല മേടിച്ചു തന്നാൽ മതി. അപ്പൊ അവിടെ പ്രശ്നം തീർന്നില്ലേ? എടി, നിന്റെ കഴുത്തിൽ താലിമാല ഇല്ലെങ്കിൽ അത് വലിയ പ്രശ്നമാവൂലേ? ഏതായാലും പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ശ്രുതി മീരയുടെ അടുത്ത് ചെന്ന് കാര്യങ്ങളൊക്കെ പറയാണ്. ഏതായാലും ഈ ഒരു സമയത്ത് നമ്മുടെ ശ്രുതി ഗോൾഡ് കവറിംഗ് ആയിട്ടുള്ള മാല കൈ പിടിച്ചോണ്ടിരിക്കുക. അപ്പൊ മീര പറയുന്നുണ്ട്, ഇത് നിന്റെ പോലത്തെ തന്നെ മാലയാണല്ലോ, ഇത് ഗോൾഡ് കവറിംഗ് എന്ന് പറയത്തേ ഇല്ല. പിന്നെ നിന്റെ ഭർത്താവ് ഒരു ബിസിനസ്സുകാരനല്ലേ, പിന്നെ ഈ താലി വിറ്റിട്ട് എന്തിനാ പൈസയൊക്കെ മേടിച്ചത്? അവന്റെ അടുത്തത് മേടിച്ചാ പോരായിരുന്നോ? അത് പിന്നെ ശ്രുതിയുടെ കയ്യിൽ ക്യാഷ് ഒന്നുമില്ല, അമ്മയുടെ കയ്യിൽ ക്യാഷ് കൊടുക്കാന്ന് പറഞ്ഞ നീയല്ലേ, അപ്പൊ നീ തന്നെ 5 ലക്ഷം രൂപ കൊടുക്കുന്ന ശ്രുതി പറയുന്നത്. ഓ എടി, ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? നമ്മൾ ചെയ്യുന്നതിന്റെ ഫലമല്ലേ നമ്മൾ അനുഭവിക്കുന്നത്. എടി, നീ എന്താ ഈ പറയുന്നത്? നീ എന്നോട് ചാടിക്കളിക്കാനൊന്നും വരണ്ട. നവീൻ ദാസിനെ പൂട്ടാൻ വേണ്ടിയാ ആ വീഡിയോ എടുത്ത് നീ ആന്റണിക്ക് കൊടുത്തത്.
പിന്നെ വീഡിയോ എല്ലാവരും കണ്ടു കഴിഞ്ഞാല് ആന്റി സച്ചിനെ രേവതിനെ പുറത്താക്കുന്ന നീ കരുതി. ഇപ്പൊ അവർക്ക് ഒരു പ്രശ്നമില്ല, നിനക്കാണെങ്കിൽ പ്രശ്നത്തോട് പ്രശ്നം. ഇതിപ്പം ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു, താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്ന് പറയുന്ന ഒരു അവസ്ഥയായി പോയില്ലേ നിനക്ക്? നിന്റെ ആന്റി ഭാവി ആന്റിയുടെ വീട്ടിലേക്ക് പിണങ്ങി പോവുകയും ചെയ്തു. അവിടെ വെച്ച് പരാതി പിൻവലിക്കാൻ 2 ലക്ഷം രൂപ വാങ്ങി. ആ 2 ലക്ഷം രൂപ നീ അടിച്ചു മാറ്റി. ഇപ്പം ആ 2 ലക്ഷവും ചേർത്ത് 1 ലക്ഷം രൂപയും കൂടെ ചേർത്ത് നീ ഇപ്പം എത്ര രൂപ കടക്കാരി ആടി? പിന്നെ വേറൊരു 2 ലക്ഷം ഉണ്ടല്ലോ. അങ്ങനെ മൊത്തം 5 ലക്ഷം രൂപ കടക്കാരി ആയില്ലേ നീ? എന്റെ പൊന്നു മീരെ, അതും ഇതും പറഞ്ഞ് നീ എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ. എനിക്ക് പറ്റത്തില്ല, എനിക്ക് ചിന്തിക്കുമ്പോ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. ഞാന് ഒന്ന് വിചാരിച്ച് നടക്കുന്നത് വേറൊന്നും. എന്താണോ ഇങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വേറൊന്നും അല്ല ഇങ്ങനെ. അതെ, വിചാരിക്കുന്നത് നല്ല കാര്യമാണെങ്കിൽ നടക്കുന്നത് നല്ല കാര്യം തന്നെയായിരിക്കും. വിചാരിക്കുന്ന അതുപോലത്തെ കാര്യങ്ങളല്ലല്ലോ. അല്ല, നീ പിന്നെ എന്താ ഇപ്പൊ ഉദ്ദേശിക്കുന്നത്? കാര്യങ്ങളൊക്കെ എങ്ങനെ ശരിയാക്കുന്ന നീ വിചാരിക്കുന്നത്? അത് പിന്നെ ഞാൻ വിചാരിച്ചിരുന്നുണ്ടല്ലോ, ആ 2 ലക്ഷം രൂപ നഷ്ടപ്പെട്ടാലും അത് പോലീസിൽ കേസ് കൊടുക്കില്ല എന്ന് എനിക്കൊരു ധാരണയുണ്ടായിരുന്നു. കാരണം അത് ആരും അറിയാത്ത പൈസയല്ലേ. അതുകൊണ്ടാ ഞാൻ ധൈര്യപൂർവ്വം സത്യത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഞാനേ അവരുടെ അടുത്ത് പുഴു. അവര് ഭയങ്കരിയാ. 5 ലക്ഷം രൂപയാ കയ്യിൽ നിന്ന് പോകാൻ പോകുന്നത്. എന്റെ താലിമാലയും പോയി. എനിക്ക് ആകെപ്പാടെ ഭ്രാന്ത് വരിക. ഞാൻ വിചാരിക്കുന്ന ഒന്നും നടക്കുന്നില്ല. അല്ല, 2 ലക്ഷം രൂപ മോഷ്ടിച്ച ആളെ കണ്ടെത്താൻ 2 ലക്ഷം രൂപ 2 ലക്ഷം രൂപ മോഷ്ടിച്ച ആളെ കണ്ടെത്താൻ വേണ്ടി പോലീസിന് പരാതി കൊടുക്കുന്നല്ലേ നീ പറയുന്നത്? ഈ 5 ലക്ഷം നീ കൊടുത്താലും പരാതി കൊടുക്കും. രേവതി ക്യാഷ് കൊടുത്തിട്ടില്ല. മിക്കവാറും ഭാമയാന്റിനെ കൊണ്ട് സച്ച് തന്നെ കേസ് കൊടുക്കാന് പറയും. കേസ് കൊടുപ്പിച്ചേക്കും. കാരണം നിരപരാധിത്വം തെളിയിക്കണ്ടേ? നമ്മുടെ രേവതി അല്ല കട്ടെടുത്തതെന്ന്. അപ്പം എല്ലാവരും എല്ലാ രീതിയിലും കേസ് കൊടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നീ എന്ത് ചെയ്യും? പോലീസ് അന്വേഷണം നടത്തിയാലേ നീ പിടിക്കപ്പെടില്ലേടി? നീ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ജയിലിൽ പോയി കിടക്കില്ലേടി? നീ അകത്താവില്ലേടി? ഇതൊക്കെ കേട്ടപ്പോ വീണ്ടും നമ്മുടെ ശ്രുതിക്ക് ഭ്രാന്ത് പിടിക്കുകയാണ് കേട്ടോ. അത് പിന്നെ നഷ്ടപ്പെട്ട പണം തിരികെ കിട്ടിയാൽ ആരും പരാതിയൊന്നും കൊടുക്കത്തില്ലല്ലോ. നഷ്ടപ്പെട്ട പണം തിരികെ കിട്ടും അവർക്ക്. അതിനുള്ള വഴി ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അത് ഉറപ്പായിട്ടും ഞാൻ അങ്ങനെ തന്നെ ചെയ്യും. എന്ത് വഴിയാ നീ കണ്ടെത്തിയിട്ടുള്ളത്? എന്റെ കയ്യിലുള്ള 5 ലക്ഷത്തിൽ നിന്ന് 2 ലക്ഷം രൂപ ഞാൻ ഭാമിയാന്റെ കൈ കൊടുക്കും. അത് നീയാ ക്യാഷ് കൊടുത്തതെന്ന് പറഞ്ഞാല് പ്രശ്നമാവില്ലേ? അങ്ങനെ പറയാൻ മാത്രം വണ്ടിയാണോടി ഞാന്? പിന്നെ എന്ത് പറഞ്ഞാടി നീ കൊടുക്കാൻ പോകുന്നത്? അത് പറ ശ്രുതി. അത് വേറൊന്നും പറഞ്ഞല്ല. നീ കണ്ടോ, ചെറിയൊരു കളി എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ കളിക്കാൻ പോവാ. പിന്നെ കാണിക്കുന്ന സീനില് ഭാമയുടെ വീട്ടിലിരിക്കുന്ന ശ്രുതിനെയാണ്. അപ്പൊ ശ്രുതിക്ക് ഒരു വെള്ളമൊക്കെ കൊണ്ട് കൊടുത്തപ്പോഴത്തേക്ക് താങ്ക്സ് ആന്റി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഭാമ പറഞ്ഞു, നീ കഴിഞ്ഞ ദിവസമേ കുറച്ച് മാത്രമേ മസാജ് ചെയ്തോളൂ, ഏതായാലും നല്ല സുഖമുണ്ട്, ഇപ്പൊ നല്ല ഉറക്കമൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പൊ മോള് വന്നത് മസാജ് ചെയ്യാൻ വേണ്ടിയാണോ? ഏയ് അല്ല ആന്റി, മസാജ് ചെയ്യാനൊന്നും അല്ല ഞാൻ വന്നത്. അതെ, ഇപ്പം എനിക്ക് ആരേലും ഹെഡ് മസാജ് ചെയ്തേണ്ടി വരും. ആ ഒരു അവസ്ഥയിലാ ഞാന്. എനിക്ക് അത്രയ്ക്ക് ടെൻഷനാ. അല്ല, മോൾക്ക് ടെൻഷൻ വരാൻ വേണ്ടി എന്താ ഇത്ര കാരണം ഇരിക്കുന്നത്? അത് എന്താണെന്ന് ചോദിച്ചാല്, വീട്ടിലെ പ്രശ്നങ്ങൾ എന്നെ വല്ലാണ്ടങ്ങ് ബാധിക്കുക, തകർക്കുക, തളർത്തുക. ഇപ്പം വഴക്കില്ലാത്ത ഒരു ദിവസം പോലും വീട്ടിലില്ല. വെറുതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുക. അതെ, ഞാൻ സച്ചിയോട് സത്യം പറഞ്ഞത് കൊണ്ട് ചന്ദ്രൻ ദേഷ്യത്തില. വീട്ടിൽ അതൊരു വലിയ വിഷയമായി കാണുമെന്ന് എനിക്ക് അറിയാം മോളെ. വലിയ പ്രശ്നമായി ആന്റി. വക്കീലിന്റെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങിച്ചതിന്റെ പേരിൽ എല്ലാവരും ആന്റിനെ വളഞ്ഞിട്ട് ആക്രമിച്ചു. എല്ലാവരും. സച്ചി രേവതിയും കൂടെ ചേർന്ന് 5 ലക്ഷം രൂപ വക്കീലിന് കൊടുത്തത്രേ. അതിൽ നിന്നാണ് 2 ലക്ഷം രൂപ ആ വക്കീൽ ആന്റിക്ക് കൊടുത്തത്. അപ്പൊ പിന്നെ സച്ചിക്ക് രേവതിക്കും സഹിക്കുവോ? ഇപ്പം ആന്റി കാരണം സച്ചിക്കും രേവതിക്കും 5 ലക്ഷം രൂപ നഷ്ടമായെന്നും ആ 5 ലക്ഷം രൂപ ആന്റി അവർക്ക് കൊടുക്കണമെന്നും അങ്കിള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് വലിയ പ്രശ്നം ആന്റി. അല്ല, ഇങ്ങനെയൊക്കെ രവീന്ദ്രൻ പറഞ്ഞോ? അല്ല, അത്രയും ക്യാഷിന് ചന്ദ്ര എവിടെ പോകാന്? അതൊന്നും എനിക്ക് അറിയില്ല ആന്റി, എവിടെ പോകാനാന്ന്. ഈ പ്രോബ്ലംസ് എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ചേ പറ്റൂ. മനുഷ്യന് ടെൻഷൻ കാരണം ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാനേ അതിനൊരു ചെറിയ ഐഡിയ ആയിട്ട് ആന്റീനെ കാണാൻ വന്നിരിക്കുന്നത്. എന്ത് ഐഡിയ ആയിട്ടാ നീ വന്നിരിക്കുന്നത്? ശ്രുതിക്ക് എങ്ങനെ വഴക്ക് അവസാനിപ്പിക്കാൻ പറ്റും? എനിക്കത് മനസ്സിലായില്ല. ആന്റി, ഞാൻ എന്റെ താലിമാല വിറ്റു. താലിമാല വിറ്റെന്നോ? നിന്റെ താലിമാലയാണല്ലോ കഴുത്തി കിടക്കുന്നത്? അതെ, ഇത് ഒരു ഗോൾഡ് കവറിങ് മാത്രം ആന്റി, ഇത് സ്വർണമല്ല. ഞാൻ ആന്റിക്ക് 2 ലക്ഷം രൂപ തരാം. ആന്റി ആ കാണാതായ 2 ലക്ഷം രൂപ കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ആന്റിക്ക് കൊടുത്തേക്കണം. അവക്ക് കൊടുക്കാനോ 2 ലക്ഷം രൂപയോ? അതെന്തിനാ ശ്രുതി നീ തരുന്നത്? അത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ വഴക്കൊന്ന് മാറി കിട്ടണ്ടേ, അതിനു വേണ്ടിയാ. അയ്യോ, ആ 2 ലക്ഷം രൂപ ഏതോ ഒരു ദ്രോഹിയല്ലേ എടുത്തത്? രേവതി എടുത്തതെന്നാ നിന്റെ ആന്റി പറഞ്ഞത്. പക്ഷെ രേവതി അതൊരിക്കലും എടുക്കത്തില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ആരോ എടുത്ത 2 ലക്ഷം രൂപ നീ എന്തിനാ ശ്രുതി തരുന്നത്? അതല്ലേ ഞാൻ ചോദിക്കുന്നത്. അത് നിനക്ക് അതിന്റെ ആവശ്യമുണ്ടോ?
അത് പിന്നെ വേറൊന്നുമല്ല, ഞാൻ പറഞ്ഞല്ലോ, ആ ക്യാഷ് കാണാതായതോടെയാ വീട്ടിൽ ചുമ്മാ വഴക്കും പ്രശ്നങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓ, രേവതി അതെടുത്തതെന്ന് പറഞ്ഞുകൊണ്ട് ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. അതൊന്നും എനിക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. രേവതി ക്യാഷ് എടുത്തിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ ആയിരിക്കും. പക്ഷെ ആരാ ക്യാഷ് എടുത്തെന്ന് അറിയത്തുമില്ല. വെറുതെ ഈ കിടന്ന് വഴക്കുണ്ടാക്കുന്നതിലും ഭേദം ഈ 2 ലക്ഷം രൂപ എന്റെ കയ്യിൽ നിന്ന് പോയാൽ കുടുംബത്തിന് സമാധാനം കിട്ടൂലോ ആന്റി. പിന്നെ അങ്കിളും ആന്റിയും തമ്മിലുള്ള പിണക്കവും മാറൂലോ. അയ്യോ, നിന്നെ പോലെ ഒരു മരുമോളെ കിട്ടാനേ എന്റെ ദൈവമേ പുണ്യം ചെയ്യണം. സ്വന്തം താലിമാല വിറ്റ് വീട്ടിലുള്ള മറ്റൊരു മരുമകളെ രക്ഷിക്കാൻ നോക്കുക. ഇങ്ങനെ ഒരു പെണ്ണ് വേറെ കാണത്തില്ലാട്ടോ. അത് പിന്നെ ആന്റി, എനിക്ക് സ്വർണത്തെക്കാളും വലുത് എന്റെ ബന്ധങ്ങളാ, എന്റെ ഫാമിലിയാ. അതുകൊണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അവിടെ എല്ലാവരും സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയൊക്കെ കഴിഞ്ഞാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി അങ്ങ് തട്ടി വിടാണ്. എന്ത് നല്ല മരുമകളാണല്ലോ, കേൾക്കുമ്പോ എന്താ രസം. ഇതുപോലൊരു മരുമകളെ കിട്ടാൻ പുണ്യം ചെയ്യണം. നമ്മുടെ ഭാമ അത് തന്നെയാ പറയുന്നുണ്ട്. ഭാമ പറയുന്നുണ്ട്, കണ്ടില്ലേ, സത്യം പറഞ്ഞ ചന്ദ്രൻ എന്തോ പുണ്യം ചെയ്തിട്ട് തന്നെ മോളെ നിന്നെ കിട്ടിയത്. അല്ലെങ്കിൽ പിന്നെ നിന്നെ പോലെ ഒരു മരുമകളെ അവക്ക് കിട്ടുമോ? അവൾ എന്ത് പുണ്യം ചെയ്തെന്നാ എനിക്കറിയത്തില്ലാത്തത്. കണ്ടില്ലേ ഞാനിവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പെണ്ണ് കയറി വന്നിട്ട് അവനെയും കൂട്ടിക്കൊണ്ട് പോയെന്നുള്ളതല്ലാതെ എനിക്ക് യാതൊരു പ്രയോജനവും ഇല്ല. ഓ, ഇതുപോലുള്ള മരുമകളായിരുന്നെങ്കിലുണ്ടല്ലോ അവളെന്നെ പൊന്നു പോലും നോക്കിയേനെ. ഞാൻ നിന്നെ നേരത്തെ അറിയാതെ പോയല്ലോ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭാമ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയിട്ട് ശ്രുതിയെ കെട്ടിപ്പിടിക്കുന്നു, ശ്രുതിക്ക് ഉമ്മ കൊടുക്കുന്നു. യോ, നല്ലൊരു മരുമകളാണല്ലോ. ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ശ്രുതി നേരെ വീട്ടിലേക്ക് ചെല്ലാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ശ്രുതി ചോദിച്ചു, നീ എവിടെ പോയതാ ശ്രുതി, നീ വന്നോ? ഇത്ര നേരം എവിടെയായിരുന്നു? അത് പിന്നെ 3 ലക്ഷം രൂപയുണ്ട്, ഇത് മേടിക്ക്. 3 ലക്ഷം രൂപയോ? ഇത് നിനക്ക് എവിടെ നിന്ന് കിട്ടി? ഇത് എവിടുന്നാ നിനക്ക് കിട്ടിയത്? അത് എനിക്കിത് എവിടെന്നാ കിട്ടിയതെന്ന് ചോദിച്ചാല്, ഞാൻ എന്റെ താലിമാല വിറ്റു. ഞാന് ശ്രുതിയോട് പറഞ്ഞില്ലായിരുന്നു എന്റെ താലിമാല വിൽക്കുന്ന. താലിമാല വിറ്റെന്നോ? ഞാൻ പറഞ്ഞിരുന്നല്ലേന്ന്. പിന്നെന്താ അങ്ങനെയൊക്കെ ചോദിക്കുന്നത്? എന്റെ പൊന്നു ശ്രുതി, നീ എന്ത് മണ്ടത്തരവാ കാണിച്ചു കൂട്ടുന്നത്. അല്ല, ഈ കഴുത്തി കിടക്കുന്ന മാല ഏതാ? അത് അതേപോലെ ഒരു ഗോൾഡ് കവറിംഗ് മാല മേടിച്ചിട്ടതാ. താലിക്ക് പകരം മഞ്ഞച്ചരട് മേടിച്ചു കിട്ടിയാൽ എല്ലാവരും ചോദിക്കത്തില്ലേ, എന്തിനാ എന്റെ പൊന്നു ശ്രുതി നീ താലിമാല വിറ്റത്? ഞാൻ പറഞ്ഞതല്ലേ അമ്മയ്ക്ക് ക്യാഷ് ഒന്നും കൊടുക്കണ്ടെന്ന്. അല്ല, ശ്രുതി വിചാരിച്ചാല് പെട്ടെന്ന് തന്നെ സ്വർണത്തിന്റെ ഒരു താലിമാല എനിക്ക് മേടിച്ചു തരാൻ പറ്റൂലോ. പറ്റും, എന്നാലും കുറച്ച് നാളത്തേക്ക് ഇതിടാനേ ആരും അറിയാൻ പോകുന്നില്ല. പിന്നെ എല്ലാത്തിനേക്കാളൊക്കെ വലുത് മനസമാധാനമല്ലേ എന്റെ പൊന്നു സുധി. അതല്ലേ നമുക്ക് വേണ്ടത്. ഈ വീട്ടിലെ പ്രശ്നങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നു കിട്ടിയാൽ മതി സുധി. ഓ, എന്നാലും ഒരു ആശ്വാസമുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ താലിമാല വിറ്റിട്ടാണേലും ഈ പൈസ കൊടുക്കാന്ന് വിചാരിച്ചത്. എന്റെ പൊന്നു ശ്രുതി, ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ആവശ്യമുണ്ട് സുധി, ആവശ്യമുണ്ട്. ഇത് സുധി ആന്റിക്ക് കൊടുക്ക് എന്ന് പറഞ്ഞിട്ട് ആ പൈസ നേരെ നമ്മുടെ സുധി ഏൽപ്പിക്കുകയാണ്. അപ്പൊ സുധീനെ കൊണ്ട് കൊടുപ്പിക്കാന്. അപ്പൊ സുധി പറഞ്ഞു, അല്ല ഞാൻ കൊണ്ട് കൊടുക്കാനോ? ഇത് സുധി തന്നെ കൊണ്ട് കൊടുക്കണം. സുധി കൊണ്ട് കൊടുത്താലേ എനിക്കൊരു സമാധാനമുള്ളൂ. അല്ലെങ്കിലും ഇത് സുധി ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞാൽ മതി. അതെ, നമ്മൾ എന്തായാലും താലിമാല വിറ്റു. ഈ ക്യാഷ് നമുക്ക് നമ്മുടെ ബിസിനസ്സിൽ ഇട്ടാ പോരെ. ഇപ്പം ക്യാഷ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? എന്റെ പൊന്നു ശ്രുതി, ഞാൻ പറഞ്ഞില്ലേ കൊണ്ട് കൊടുക്കാനായിട്ട്. ഓ, എങ്ങനെയെങ്കിലും സുധീനെ ഒന്ന് എല്ലാവരുടെ മുമ്പ് വെളുപ്പിക്കാൻ നോക്കുമ്പോഴത്തേക്കും സുധി ഇങ്ങനെയൊക്കെ തുടങ്ങാതെ ചെല്ല, ക്യാഷ് കൊടുക്ക്. കൊടുക്കാം കൊടുത്താ പോരെ. അതിനിങ്ങനെ ചൂടാവേണ്ട ആവശ്യമുണ്ടോ ശ്രുതി, ഞാൻ അതിന് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ എന്ന് പറഞ്ഞിട്ട് പാവം കളിച്ച് നേരെ പിന്നെ നമ്മുടെ ശ്രുതി പോവുക. പൈസ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു ആക്രാന്തം നമ്മുടെ ശ്രുതിക്കില്ല. ഏതായാലും നമ്മുടെ ശ്രുതി ആ ഒരു 3 ലക്ഷം രൂപയും കൊണ്ട് ചെല്ലുകയാണ് കേട്ടോ നമ്മുടെ ചന്ദ്രയുടെ അടുത്തേക്ക്. ഈ സമയത്ത് മുറ്റത്ത് നമ്മുടെ സച്ചി കാറ് കണ്ടെന്തൊക്കെയോ ശരിയാക്കുന്നു. രേവതി ആണെങ്കിൽ സ്കൂട്ടി തുടയ്ക്കുന്നു. ചന്ദ്രയും രവീന്ദ്രനും ഉമ്മറത്തിരിക്കുന്നു. എന്നിട്ട് ചന്ദ്ര പറയുന്നുണ്ട്, നീയൊക്കെ കാർ ഉണ്ടാക്കുന്ന പൈസ ഉണ്ടല്ലോ, ഒരു 10 ദിവസം 20 ദിവസം കാർ ഓടിച്ചുണ്ടാക്കുന്ന പൈസ എന്റെ മോനുണ്ടല്ലോ ഒരു ഒറ്റ ദിവസം കൊണ്ടാ ഉണ്ടാക്കുന്നത്. അത് വല്ലതും നിനക്കൊക്കെ അറിയാമോ? എന്റെ മോൻ ആരാ? അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര, ഓ, നിന്റെ മോൻ ആരാ? അപ്പൊ രേവതി പറഞ്ഞു, എന്റെ അമ്മേ, ഞങ്ങൾക്ക് ഒത്തിരി പൈസ ഒന്നും വേണ്ട, കിട്ടുന്നത് കൊണ്ട് സന്തോഷത്തോടു കൂടി കഴിയുന്നവരാ ഞങ്ങള്. ഓ, പിന്നെ അപ്പൊ രവീന്ദ്രൻ പറഞ്ഞല്ല, മോന്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഒരു 5 ലക്ഷം രൂപ മേടിച്ച് ഇവർക്ക് കൊടുക്കാമല്ലായിരുന്നോ? പിന്നെന്താ പ്രശ്നം ഇരിക്കുന്നത് ചന്ദ്രൻ, നീ ചോദിക്ക്. അപ്പോഴത്തേക്ക് സച്ചിൻ പറഞ്ഞു, ശരിയാണല്ലോ, നല്ല വരുമാനം ഉണ്ടെന്നല്ലേ പറഞ്ഞത്, എന്നാ പിന്നെ അച്ഛന് കൊടുക്കാനുള്ള വാശം കൊടുക്കാൻ പറയാമെന്ന് നമ്മുടെ സച്ചി. അപ്പോഴത്തേക്കാണ് നമ്മുടെ ശ്രുതി വന്നത്. അത് പിന്നെ അത് ഞാൻ മാസം 50,000 രൂപ വെച്ച് തരുന്നുണ്ടല്ലോ. ആര് കൊടുത്തു? എവിടെ കൊടുത്തു? നുണ പറയരുത് കേട്ടോ എന്റെ പൊന്നു ശ്രുതി. എടാ ഓട്ടക്കാരാ, നീ എന്തിനാ നുണ പറയുന്നത്? അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രനല്ല ചന്ദ്ര പറഞ്ഞു, ചന്ദ്രയല്ല ശ്രുതി പുറകെ ഉണ്ടായിരുന്നു. ശ്രുതി പറഞ്ഞു, അതൊക്കെ കൊടുത്തോളും. ശ്രുതി ഇവരോട് വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കാതെ ആ ക്യാഷ് അങ്ങ് കൊടുത്തേ. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ആ ക്യാഷ് എടുത്ത് കൈ പിടിച്ചിട്ട്, ഇത് 3 ലക്ഷം രൂപയുണ്ട് അമ്മ ഇവർക്ക് കൊടുക്കാനുള്ള ക്യാഷ്, അത് ഞാൻ അങ്ങ് തരാൻ പോവുക. ഇനി എന്റെ അമ്മയുടെ അമ്മയ്ക്കിട്ട് ആരും കേറണ്ട. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ, അയ്യോ, എവിടെ നിന്നാണ് ഇത്രയും കാശ് കിട്ടിയത് ഇത്ര പെട്ടെന്ന്?
എങ്കിലും എന്റെ പൊന്നു മോനെ സമ്മതിച്ചു തന്നിരിക്കുന്നു. എന്റെ മോനുള്ളത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടില്ല. എന്റെ പൊന്നു ഭഗവാനെ, മോനെ സ്തുതി ഇങ്ങ് വന്നേടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മയൊക്കെ വെക്കുക. എന്നിട്ട് ആ ക്യാഷ് മേടിച്ചിട്ട് ഈ ക്യാഷിന് വേണ്ടിയാണ് ഇവരെല്ലാവരും കൂടെ എന്നെ വളഞ്ഞിട്ട് ആക്രമിച്ചത്. ഈശ്വരായി എന്റെ വിളി കേട്ടല്ലോ. ദേ മോനെ നീ കൊടുക്ക് അവന് കൊടുക്ക എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞ, അല്ല ഇത് 3 ലക്ഷം അല്ലേ, ബാക്കി ഒരു 2 ലക്ഷം കൂടെ ഉണ്ടല്ലോ, അതെന്ത്? അത് പിന്നെ തൽക്കാലം ഇത് മേടിക്കുക, 2 ലക്ഷം രൂപ ഇന്ന തരാം. ഇത്ര അവര് കൊണ്ടുവന്നില്ലേ, അതുപോലെ രവിയേട്ടന് ഇന്ന ക്യാഷ് കൊടുക്കണം മോനെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുധീനെ കൊണ്ട് ക്യാഷ് കൊടുപ്പിക്കുകയാണ് സച്ചിക്ക്. സച്ചി ആ ക്യാഷ് മേടിച്ചിട്ട് കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഏതായാലും 3 ലക്ഷമെങ്കിൽ 3 ലക്ഷം, ഈ 3 ലക്ഷത്തിന് 3 ലക്ഷത്തിൻ്റെതായ വിലയുണ്ട്. അപ്പൊ ചന്ദ്ര പറഞ്ഞു, ഞാൻ കാരണം ക്യാഷ് നഷ്ടപ്പെട്ടെന്ന് ഇവിടെ ഒരാളും മിണ്ടി പോകരുത്, ഇനി എന്റെ മെക്കിട്ട് കയറാനും വരരുത്. ഈ ഒരു സമയത്താണ് ചന്ദ്രയ്ക്ക് പെട്ടെന്നൊരു ഫോൺ കോൾ വരുന്നത്. വേറെ ആരും അല്ലാട്ടോ, നമ്മുടെ ഭാമിയെ വിളിക്കുന്നത്. അപ്പൊ സുധി പറഞ്ഞു, പെട്ടെന്ന് എടുക്കാമേ, എന്തിനാ ഭാമിയെ വിളിക്കുന്നതെന്ന്. അപ്പൊ പെട്ടെന്ന് നമ്മുടെ ചന്ദ്ര ഫോൺ എടുത്തപ്പോഴത്തേക്കും ഭാവ പറയാ, അതെ ചന്ദ്രേ, നമ്മുടെ കളഞ്ഞു പോയ 2 ലക്ഷം രൂപയില്ലേ, ആ 2 ലക്ഷം രൂപ തിരിച്ചു കിട്ടി. ഇത് കേട്ടതോ അതിശയമായി പോയിട്ടോ നമ്മുടെ ചന്ദ്രക്ക്. 2 ലക്ഷം രൂപ തിരിച്ചു കിട്ടിയെന്നോ? ഇത് നീ എന്താ ഭാമ ഈ പറയുന്നത്? അതേന്നെ, 2 ലക്ഷം രൂപ തിരിച്ചു കിട്ടി. അതേ, ഞാൻ വെച്ച സ്ഥലം മാറിപ്പോയതായിരുന്നു ചന്ദ്രൻ, നമ്മൾ അവിടെ നോക്കിയില്ല, അതുകൊണ്ട് ആ പൈസ നമുക്ക് കിട്ടാതിരുന്നത്. ഈ സമയത്ത് നമ്മുടെ ചന്ദ്ര ഫോൺ കട്ട് ചെയ്തു കേട്ടോ. ഫോൺ കട്ട് ചെയ്തപ്പോ രവീന്ദ്രൻ ചോദിച്ചു, എന്താ പ്രശ്നം? അത് പിന്നെ കാണാതായ 2 ലക്ഷം രൂപയല്ലേ, അത് ഭാമയ്ക്ക് കിട്ടിയെന്ന്. 2 ലക്ഷം രൂപ ഇത്ര പെട്ടെന്ന് കിട്ടിയെന്നോ? ആഹാ, എന്നിട്ട് ഇതിന്റെ പേര് കിടന്ന് ഇവിടെ എത്ര പ്രശ്നം ഉണ്ടാക്കിയത്. രേവതി പൈസ മോഷ്ടിച്ചു, രേവതി തന്നെയാ എടുത്തത്, എന്നിട്ട് എന്തായിരുന്നു യുദ്ധം? അപ്പോഴത്തേക്കും വർഷയും പറഞ്ഞു, ദേ രേവതി ചേച്ചി പൈസ മോഷ്ടിച്ചു എന്ന് പറഞ്ഞതല്ലായിരുന്നോ, എന്നിട്ട് ആ പൈസ ഇപ്പൊ കിട്ടിയെന്ന്. എന്തിനാ വെറുതെ രേവതി ചേച്ചിയുടെ മണ്ടയിൽ കൊണ്ട് കുറ്റം വെച്ചത്? അപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു, അത് ശരിയാ, അല്ലെങ്കിൽ എന്ത് ചെയ്താലും അത് രേവതിയുടെ മണ്ടയിലാണല്ലോ ലാസ്റ്റ്. ഇപ്പൊ എല്ലാവർക്കും ബോധ്യമായല്ലോ രേവതി ആ പൈസ എടുത്തില്ലെന്ന്. ഇവിടെ എന്തൊക്കെയായിരുന്നു. ഭാമി ആന്റീനെ കുറ്റം പറയുന്നത് വേണ്ട. ഇവിടെ രേവതിനെ കുറ്റപ്പെടുത്തിയത് വേറെ ആരുമല്ല, അമ്മ തന്നെയാ. അമ്മയാ രേവതിനെ കുറ്റപ്പെടുത്തിയത്. ഞാനൊന്നുമല്ല കുറ്റപ്പെടുത്തിയത്, ഭാമ തന്നെയാ കുറ്റപ്പെടുത്തിയത്. എന്നിട്ട് നമ്മുടെ ചന്ദ്രൻ പറഞ്ഞു, അവള് നേരെ വേണം നോക്കി കാണത്തില്ല, അതായിരിക്കും അത് കാണാതിരുന്നത്. അപ്പോഴത്തേക്ക് സച്ചി, അപ്പൊ ക്യാഷ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞാനൊരു കാര്യം പറയാം, ഇനി മേലാല് ഇതുപോലെ എന്തെങ്കിലും എന്റെ രേവതിനെ കുറ്റപ്പെടുത്തി കഴിഞ്ഞാല് അത് പിന്നെ ഒരബദ്ധം പറ്റിപ്പോയതല്ലേ. ഏതായാലും നീ ഒരു കാര്യം ചെയ്യാം, 2 ലക്ഷം രൂപ ചെന്ന് ഭാമയുടെ വീട്ടിൽ നിന്ന് മേടിച്ചു, അതോടുകൂടി എന്റെ കണക്ക് തീരുമല്ലോ, എനിക്ക് സ്വസ്ഥതയും സമാധാനം ആവുമല്ലോ. വർഷയ്ക്കാണ് ഇതൊക്കെ കേട്ടിട്ട് ചൊറിഞ്ഞു കയറുകയാണ് കേട്ടോ. കാരണം വർഷയ്ക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോഴത്തേക്ക് ഇഷ്ടമല്ലല്ലോ. കാരണം ചന്ദ്രയുടെ ഈ മെനക്കെട്ട സ്വഭാവം വർഷയ്ക്ക് സഹിക്കാൻ പറ്റത്തില്ല. വർഷയാണെങ്കിൽ അതും ഇതും പറയാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ശ്രീകാന്ത് അടക്കി പിടിച്ചു വെച്ചേക്ക്, മിണ്ടാതിരി എന്ന് പറഞ്ഞു. സച്ചു അങ്ങ് തുടങ്ങിയില്ല, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവളെ അപമാനിച്ചതും പോരാഞ്ഞിട്ട് ഇവൾ അനുഭവിച്ച മാനസിക വിഷമം എന്താണെന്ന് നിങ്ങൾക്കറിയില്ല. അത് നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റും. മാനസികമായിട്ട് ഇവൾ അനുഭവിച്ച ബുദ്ധിമുട്ട് അത് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. അവളുടെ ആ ഒരു സമയത്തുണ്ടായിരുന്ന ആ ഒരു അവസ്ഥ അത് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? ആ ഒരു സമാധാനം നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? നീ ചോദിച്ചു. അപ്പോഴത്തേക്ക് ശ്രീകാന്ത് പറഞ്ഞു, ഏടത്തി ക്യാഷ് എടുക്കില്ലെന്ന് ഞങ്ങൾ എല്ലാവരും പറഞ്ഞു. പക്ഷെ അമ്മ കേട്ടില്ല. ഏടത്തിയെ മാത്രല്ല, ഏടത്തിയെ കുടുംബത്തെ വരെയല്ലേ ഇവിടെ മോശമായിട്ട് ചിത്രീകരിച്ചതമ്മ. അതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? എന്നിട്ട് ഇപ്പൊ 2 ലക്ഷം രൂപ കൊടുത്തിട്ട് എന്തെടുക്കാനാ? അപ്പൊ വർഷം ചോദിച്ചു, പറഞ്ഞതൊക്കെ തിരിച്ചെടുക്കാൻ പറ്റുമോ ആന്റിക്ക്? അപ്പൊ നിങ്ങൾ രണ്ടും കൂടെ ചേർന്ന് എന്നെ കുറ്റപ്പെടുത്താൻ നോക്കുകയാണോ? അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, കുറ്റപ്പെടുത്താൻ നോക്കണ്ട, നീ ഒരു കുറ്റവാളിയാടി ഇപ്പൊ രേവതിയുടെ മുമ്പിൽ. എന്താ, ഞാൻ ആരെങ്കിലും കൊന്നോ? നിരപരാധി ആയ ഒരാളുടെ മേലിൽ തെറ്റ് ആരോപിക്കുന്നത് അയാളെ കൊല്ലുന്നതിന് തുല്യം തന്നെയാ. രേവതി മോളുടെ മനസ്സ് വേദനിപ്പിച്ചതിന് നീ സമാധാനം പറഞ്ഞേ പറ്റുള്ളൂ. ഇത് കേട്ടതും നമ്മുടെ ചന്ദ്ര അങ്ങോട്ട് തുള്ളാൻ തുടങ്ങി. പക്ഷെ സത്യമായിട്ടുള്ള കാര്യമല്ല, നിരപരാധി ആയിട്ടുള്ള ആളോട് അയാൾ ചെയ്യാത്ത കുറ്റം അടിച്ചേൽപ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയൊരു വിഷമം വേറെ ഒന്നുമില്ല. നിരപരാധിയാണെങ്കിൽ അയാൾ എത്രമാത്രം വിഷമം അതിന് അനുഭവിക്കുന്നുണ്ടെന്ന് അറിയാമോ? അത് ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന സൈഡിൽ നിൽക്കുന്ന ആൾക്കത് മനസ്സിലാവത്തില്ല. അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ചെയ്യാത്തൊരു തെറ്റ് ചെയ്തു എന്ന് പറയുന്നതിലും അത് കൊലക്കുറ്റത്തെക്കാളും വലിയൊരു നമ്മളെ പച്ചയ്ക്ക് കത്തിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഏതായാലും നമ്മുടെ ചന്ദ്രക്ക് 8ന്റെ പണി തന്നെയാണ് കിട്ടാൻ പോകുന്നത്. ചന്ദ്രയോട് പറയുകയാണ് രേവതിയോട് മാപ്പ് ചോദിക്കണത്. രേവതിയോട് മാപ്പ് ചോദിക്കാതെ ഇതിന് യാതൊരു സൊല്യൂഷനും ഇല്ല, ഇതിന് യാതൊരു പോംവഴി ഇല്ലെന്ന്. എന്നാലും ഈ സീനൊക്കെ കാണിച്ചിട്ട് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷമായിട്ട് കാണാൻ. ലൈക്ക് അടിക്കാൻ മറക്കരുത്. ടാറ്റാ, ബൈ ബൈ.